മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം പിന്നിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ധനസുഖമാനങ്ങളെല്ലാം താൽക്കാലികമെന്നതാൽ കാലങ്ങളായി നാം നേടും നിമിഷങ്ങളിൽ അത് പോകും. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നത് ലാഭം. മണ്ണിൽ ജീവിതമെന്നാൽ ലാഭം 6 അടി മാത്രം. പ്രാണൻ ക്രിസ്തുവിലെന്നാൽ മൺകൂടൊഴിയുന്നത് ലാഭം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം, ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഈസ് ഗെയിൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 verse 21. For me to live is Christ and to die is gain. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം തൻ്റെ കാരാഗ്രഹവാസത്തിൽ എഴുതപ്പെട്ടതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് ഈ ലേഖനത്തിലൂടെ നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പ്രതികൂലങ്ങളിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിവരുത്ത സാഹചര്യങ്ങളെ നോക്കി നെടുവറുപ്പിടാതെ സാധ്യതകളെ കണ്ട് സ്തോത്രയാഗം അർപ്പിക്കുന്നവരായി ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. കയ്യിലും കാലുകളിലും ചങ്ങലയാൽ ആമത്തിൽ പൂട്ടിയിട്ടപ്പോഴും പൗലോസ് അപ്പോസ്തലനിൽ നിന്നും മുഴങ്ങിക്കേട്ടത് സ്തോത്രഗീതങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഇപ്രകാരം ഫിലിപ്പിയർ 1:6 പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നുവെന്ന്. പ്രശ്നത്തിൻ്റെ നടുവിലും വിശുദ്ധൻ്റെ ചിന്ത തൻ്റെ സഹ വിശുദ്ധരെ കുറിച്ചായിരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് നൽകുന്ന പാഠമെന്ന് പറയുന്നത്, നാം ആർക്കു വേണ്ടി ജീവിക്കണമെന്ന് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നല്ല. എന്നാൽ വിശുദ്ധ പൗലോസ് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. ഫിലിപ്പിയർ 1:21 വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നാം ആർക്കു വേണ്ടി ജീവിക്കുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ബന്ധനത്തിൻ്റെ നടുവിലും വിശുദ്ധൻ പറയണം, ആരെന്നെ രക്ഷിക്കുമെന്നല്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. സകലതും ക്രിസ്തുവിനെ പ്രതി ചപ്പും ചവറുമായി എണ്ണിയ ഒരു വിശുദ്ധന്റെ ഹൃദയ നിശ്ചയമാണ് ഈ വചനത്തിലൂടെ നാം കേൾക്കുന്നത്. കോടീശ്വരന്റെ മകനായിരുന്നു, കർത്താവിന്റെ സഭയെ പീഡിപ്പിച്ചവനായിരുന്നു,
അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ ആ ദിവ്യമായ രക്ഷകന്, തൻ്റെ ഹൃദയനാഥന്, തൻ്റെ വീണ്ടെടുപ്പുകാരന് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതം സമർപ്പിക്കുകയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. നമ്മളിൽ എത്ര പേർ വിശുദ്ധനെ പോലെ പറയാൻ കഴിയും? ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് അത്യുത്തമം എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇരുന്ന് തുരുമ്പ് പിടിച്ചു പോകാനുള്ളതല്ല, ഒരിക്കലുമല്ല. മറിച്ച് ഇത് എരിഞ്ഞു തീരാനുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് ഒരായുസല്ലേ ഉള്ളൂ. അത് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം. ഈ മരണത്തെ കണ്ട് ഭയപ്പെടുന്നവരാകരുത് നമ്മൾ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് മറന്നു പോകരുത്. അപ്രകാരം വിശുദ്ധ പൗലോസ് നമ്മളെ ഈ ലേഖന ഭാഗത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഭാവം ഉണ്ടാകണം എന്ന്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമസ്ത മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശുമരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം പലപ്പോഴും നമ്മൾ ഈ ഒരു മണ്ഡലത്തിൽ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അത്ര എളുപ്പമായിട്ട് നടത്താറില്ല. നമുക്ക് നമ്മുടേതായ സ്വഭാവവും ഭാവവും ഒക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ കർത്താവ് പറയാം, ലേൺ ഫ്രം മീ ഫോർ ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ ഓഫ് ഹാർട്ട്. എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനം നൽകുന്ന ഒരു ലേഖനമാണ് നമുക്ക് അവിടെ നിന്ന് എഴുതി തന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, കർത്താവിലേക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. ഭിന്നതയുള്ളിടത്ത് സമാധാനം ഉണ്ടാകുകയില്ല. കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് 2 സ്ത്രീകളായ യുവതിയുടെയും സുഗന്ധുകയുടെയും ഭിന്നതയെക്കുറിച്ച് പൗലോസ് ഓർമ്മിക്കുകയും അവരോട് സമാധാനമായിരിക്കാൻ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 2 വ്യക്തികൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലെ പ്രതിനിധികളാണ്. നല്ലൊരു ശതമാനം സഭകളിൽ ഈ 2 വ്യക്തികളുമുണ്ട്. ഈ കർത്താവ് വരാൻ അധികം സമയമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാം, പിണങ്ങാൻ സമയമില്ല, ഇണങ്ങാൻ പറ. ഹല്ലേലൂയ. ഭിന്നതയുള്ളിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല, സ്നേഹവും ഉണ്ടാകത്തില്ല. സ്നേഹമില്ലാത്തിടത്ത് ഒരിക്കലും സമാധാനവും ഇല്ല. പാപം ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച ഉണ്ടാകുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവാനാണ്. അനുദപിച്ച് പാപമോചനം നേടിയ ദാവീദ് ഇപ്രകാരമാണ് പറഞ്ഞത്. 32-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ കർത്താവിനോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എൻ്റെ ലംഘനങ്ങൾ ഞാൻ നിന്നോട് ഏറ്റു പറയും. ഓൺ ദ സ്പോട്ടിലാണ് ആ ഹീലിംഗ് വരുന്നത്. ആ നോക്കട്ടെ എവിടം വരെ പോകുന്നൊന്നും കർത്താവിൻ്റെ മനോഭാവമല്ല, അതൊക്കെ നമ്മുടെ മനോഭാവമാണ്. ആ ഹൃദയത്തിൽ ആ ഒരു തീരുമാനം വന്നപ്പോഴേ അവിടെ നമ്മളോട് ക്ഷമിച്ചു. അപ്രകാരം അന്യോന്യം ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? 5-ാമതായിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പാൻ ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുകയാണ്. മനുഷ്യനും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഭിന്നതകൾ നീക്കിയാൽ കടന്നു വരുന്നതാണ് സന്തോഷവും സൗമ്യതയും. സന്തോഷവും സമാധാനവും എന്ന ഈ ലേഖനത്തിൽ നമ്മളെ വ്യക്തമായി മനുഷ്യനും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഭിന്നതകൾ നീക്കിയാൽ കടന്നു വരുന്നതാണ് സന്തോഷവും സൗമ്യതയും സമാധാനവും എന്നാണ് ഈ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. ബുദ്ധി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നല്ല സമാധാനം. ദൈവിക സമാധാനം നിത്യമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാത്ത് പരിപാലിക്കുന്നതാണല്ലോ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നേരിട്ടാലും ദൈവം കൂടെയുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ്
കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടി സന്തോഷിക്കുവാൻ വിശുദ്ധ പൗലോസിന് കഴിഞ്ഞത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷത്തോടെ ഇരുന്ന് ഈ സമാധാനം അനുഭവിപ്പാൻ വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:4-5 വാക്യത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. ഐ സേ അഗെയിൻ, റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തുവിൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന മക്കൾക്കുള്ള ഭാഗ്യമാണത്. 6-ാമതായിട്ട് ഈ ലേഖനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ധനത്തിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്ത് തരും എന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, രോഗമുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും, ആരോടും പറയാൻ പറ്റാത്ത വേദനകളുണ്ടാകും, നാളെ എന്താകും എന്നുള്ള ആകുല ചിന്തകളുമുണ്ട്. ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് മറന്നു പോകരുത്. നാം ആ പിതാവിൻ്റെ മക്കളാണ്. പിതാവിൻ്റെ സ്വത്തിന് മക്കൾ അവകാശികളാണല്ലോ. അതിനാൽ യേശുവിൻ്റെ കഷ്ടതകൾക്കും നാം അവകാശികളാണ്. മക്കളെങ്കിലും അവകാശികൾ എന്ന് വചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ സകല സ്വത്തിലും നാം അവകാശികൾ തന്നെ ആയതിനാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുകയാണ്, ഫിലിപ്പിയ ലേഖനം 4:6-7 വാക്യങ്ങൾ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ചേർന്നൊരാമേൻ എന്നോടൊപ്പം പറയും. ആമേൻ. വിശുദ്ധന് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തം നൽകിക്കൊണ്ടാണ്. ഫിലിപ്പിയർ 4:19 വാക്യം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്നുകൂടി എന്നോടൊപ്പം ഏറ്റു പറയാം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഒന്നുകൂടി എന്നോടൊപ്പം ഏറ്റു പറയാം ഈ തിരുവചനം, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തോടെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഈ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കാം. പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്ന് വിളമ്പി തന്ന ഈ സ്വർഗീയ മന്നയ്ക്കായി സ്തോത്രം. ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയായി ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഞങ്ങളുടെ ഒരു കാര്യം ഒരാവശ്യം പറയുന്നതിന് മുൻപ് തന്നെ ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന അപ്പാ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി, ഞങ്ങളെ കൊണ്ടുവന്നതിനായി, കരുതുന്നതിനായി, കാത്തു പരിപാലിച്ച് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ബാധയും ഒരു അനർത്ഥവും ഞങ്ങളുടെ കൂടാരങ്ങളെ അടുക്കാതെ സ്വർഗീയ സംരക്ഷണം നൽകി ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അവർക്ക് സ്വർഗീയ സംരക്ഷണം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ പൂർണ്ണ സൗഖ്യം അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ കലത്തിലുമാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ മക്കളെ കാത്തുകൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അവരുടെ ജോലി സ്ഥലത്ത്, അവരുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ, അവരായിരിക്കുന്ന രാജ്യങ്ങളുടെ കൾച്ചറിൽ കർത്താവേ പതറിപ്പോകാതെ അങ്ങയിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള കൃപ നിൻ്റെ മക്കളുടെ മേൽ പകരണമേ കർത്താവേ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ സംസ്ഥാനങ്ങളെയെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നപ്പാ. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിച്ചനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മൃത്യുവിൻ രൂപം
നമ്മിൽ നിഴലായുണ്ടെന്നറിയ. പ്രായം നോക്കാതൊരു നാൾ അത് നമ്മിൽ വന്നിടും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഉറ്റവരെ നാം പിരിയും, മറ്റൊരു യാത്ര തുടങ്ങും. ക്രിസ്തുവിൻ വഴിയെ പോയാൽ തൻ വീട്ടിൽ നാം എത്തും. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതെല്ലാം നൊടി നേരം പോയിടും. കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം. ഒരുങ്ങിയിട്ടുണ്ടോ നാം, ഒരുങ്ങിയിട്ടുണ്ടോ? വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാം.